ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു പ്രോഡക്റ്റ് മോഡലിംഗ് ആണ്. പ്രോഡക്റ്റ് മോഡൽ ചെയ്ത് നമ്മൾ ലാസ്റ്റ് ആനിമേറ്റ് ചെയ്യും. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിക്കും വെള്ളമാണ് പ്രോഡക്റ്റ്. നമ്മളതൊരു ഫാൻസി ബോട്ടിൽ 3D മോഡൽ ചെയ്തിട്ട് ഫൈനലി ആനിമേറ്റ് ചെയ്യും. അതാണ് മൈൻഡിലുള്ള ഒരു ഐഡിയ. ഞാൻ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. മേ ബി ഞാനത് ഫിനിഷ് ചെയ്തത് ചിലപ്പോൾ തംബ്നെയിലുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് സ്കെച്ച് ചെയ്യും. നമ്മുടെ കോൺസെപ്റ്റ് ബോട്ടിലും എങ്ങനെ വരണമെന്നുള്ളതൊന്ന് സ്കെച്ച് ചെയ്യും. പിന്നെ ബോട്ടിൽ നമ്മൾ ബ്ലെൻഡറിൽ മോഡൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാക്കേജ് ഒന്ന് ഡിസൈൻ ചെയ്യും. ഏതെങ്കിലും ഡിസൈൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യും. ഫൈനലി നമ്മൾ ബാക്ക് ടു ബ്ലെൻഡർ എന്നിട്ട് അനിമേറ്റ് ചെയ്യും. അതാണ് പ്രോജക്റ്റ്. ഫൺ പ്രോജക്റ്റാണ്, രസമായിരിക്കും, ഫണ്ണാവുമെന്ന് വിചാരിക്കുന്നു. സോ ഫോളോ. നമുക്ക് പ്രോസസ്സിലോട്ട് കടക്കാം. ഞാനിവിടെ സ്കെച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മുടെ വിൻഡോസിലും മാക്കിലും ആൻഡ്രോയിഡിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഐഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കരിക്കിങ്ങനെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ കരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു സിമിലർ ഡിസൈൻ വരുന്ന രീതിയിൽ ഒരു ബോട്ടിൽ ചെയ്യാനാണ് ഒരു പ്ലാൻ. അപ്പം നമുക്ക് ആ ഒരു ഡിസൈൻ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡ് കുറച്ച് കൂടുതലാണ്, ഇവിടെ കുറച്ച് കുറവായിരിക്കും. പിന്നെ ടോപ്പിൽ വരുമ്പം നമ്മൾ കട്ട് ചെയ്ത് കളയുമല്ലോ. കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഹോള് കാണും. ഇവിടെ നിന്നായിരിക്കും നമ്മൾ കുടിക്കുക. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് ബോട്ടിൽ പ്ലാൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഫറൻസ് ചെക്ക് ചെയ്യാം. ബട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഡിസൈൻ ചെയ്യുകയാണ്, അനിമേഷൻ ചെയ്യുകയാണ്, ആർട്ട് ചെയ്യാണ്, എന്ത് ചെയ്താലും എപ്പോഴും റെഫറൻസ് ചെക്ക് ചെയ്യണം, റെഫറൻസ് നോക്കണം. കാരണം നമ്മൾ നമ്മുടെ ബ്രെയിനെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യണം നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഇതാണെന്നുള്ളത്. അത് നമ്മുടെ വർക്ക് സ്പീഡപ്പ് ചെയ്യും, വർക്ക് ബെറ്റർ ആക്കും, കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും. അതിന് റെഫറൻസ് എപ്പോഴും നോക്കുക. ഇത് ഫൺ. ഇതാണ് നമ്മുടെ ഒരു ഐഡിയ. ഇത് കോൺസെപ്റ്റാണ്. ഇത് ഭയങ്കര ഡീറ്റെയിൽഡ് ബ്ലൂ പ്രിൻറ്റും കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും സീരിയസ്ലി കമ്പനികളൊക്കെ അപ്രോച്ച് ചെയ്ത്. നമ്മൾ ഫൺ പ്രോജക്റ്റ് ആണ്, നമ്മൾ ചുമ്മാ ഐഡിയ കിട്ടിയാൽ മതി, അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം ഒന്നെങ്കിൽ ഇത് നമുക്ക് കോപ്പി ചെയ്ത് ബ്ലെൻഡറിൽ കൊണ്ടുപോയിട്ട് ട്രേസ് ചെയ്ത് മോഡൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സംഭവം മൈൻഡ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി മൈൻഡ് വെച്ച് ഡിസൈൻ ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ നമുക്കൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് വന്ന് നോക്കാമല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ബോട്ടിൽ ഐഡിയ. ഗൈസ്, ഒരു പ്രശ്നം പറ്റും. അതായത് ഞാൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാതെ മോഡലിംഗ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നൊന്നും റെക്കോർഡായില്ല. പക്ഷേ മോഡൽ ചെയ്തത് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് കിട്ടി. സോ നമ്മുടെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ റെക്കോർഡ് ചെയ്തപ്പോൾ കൊടുത്ത വോയിസ് ഓവർ മിസ്സായിപ്പോയി. ബട്ട് ഞാൻ ഈ വീഡിയോ ട്രീറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു ഇനിഷ്യൽ വീഡിയോ ഒരു സ്റ്റാർട്ടിങ് പോലെ
ഭയങ്കര പെർഫെക്റ്റ് ആക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഈ വീഡിയോ. എനിക്കറിയാം ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ബട്ട് എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് കമൻസ്, നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കമൻസ് വേണം. അത് വെച്ചിട്ട് എനിക്ക് ബെറ്റർ ചെയ്യാനാണ്. സോ നമ്മുടെ 3D മോഡൽ പ്രോസസ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് ടു ബ്ലെൻഡർ വന്നിട്ട് നമ്മുടെ ഫൈനൽ 3D അനിമേഷൻ ചെയ്യും. ഓക്കെ, ഫയൽ പ്ലേസ്. സോ ഇതാണ് നമ്മുടെ UI ലേഔട്ട്. സോ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഈ വർക്ക് ഫ്ലോ ഒന്നും ആയിരിക്കത്തില്ല എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ജസ്റ്റ് സത്യത്തിൽ ഇങ്ങനെ ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇതുപോലെ UI ലേഔട്ട് എടുത്ത് അതിനെ ഓവർലാപ്പ് ചെയ്ത് ആർട്ട് ബോർഡ് ചെയ്ത് പല മെത്തേഡുണ്ട്. ഓരോരുത്തരും ഓരോ ഡിസൈനേഴ്സ് ഓരോ രീതിയിലാണ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പം ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് ചെയ്ത് ഒരു വേണ്ടി വരില്ല, അറിയില്ല. ഓക്കെ, ഈ ഒരു ഇത്രയും സ്ഥലത്താണ് നമ്മുടെ കോണ്ടന്റ് വരാൻ പോകുന്നത്. ഇതൊന്നും അല്ല നമ്മൾ പ്രോപ്പർ വർക്ക് വരുമ്പോൾ ചെയ്യുക. ജസ്റ്റ് 2 റോളർ ഇടാം. റോളർ ആക്ച്വലി ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ റാൻഡം സൈസ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. നമ്മുടെ UI വീണ്ടും അപ്പിയർ ചെയ്യേണ്ട ഇത്രയും വരെയാണ്. ഇതിന് താഴെയായിട്ടാണ് കണ്ടന്റ് വരിക. ഇതെന്നൊക്കെ ചരിഞ്ഞുള്ള പോർഷനില്ലേ നമ്മുടെ പാക്കേജിൽ സൈഡിൽ ഒന്ന് ഇമേജ് കാണിക്കും. ആ ഒരു ഇതാണ് ഈ ടോപ്പ് ഭാഗം വരുന്നത്. താഴോട്ടാണ് നമ്മുടെ കോണ്ടന്റ് ആണ് എന്തെങ്കിലും കേട്ടോ അത് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഹാഫ് സർക്കിൾ 180. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ കളറും വരിക നമ്മുടെ കരിക്കിങ്ങനെ ചെത്തിക്കളയുമ്പോൾ ഒരു ടോപ്പിലൊരു കളർ വരില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക് നമ്മുടെ നല്ല ഗ്രീനിഷ് കളർ വേണം. ഓക്കെ, ഇത് നമുക്കിനി പാറ്റേൺ ആക്കി അടുപ്പിച്ചിട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇത് റാപ്പ് ചെയ്ത് വരുമ്പം ഒരു 4 കട്ട് ചെയ്ത പോലെ വരണം. വരുമോ നോക്കാം.
ഇലസ്ട്രേറ്ററിലെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിത് എക്സ്പോർട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിൽ ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെ വരുമെന്ന് അറിയില്ല, നോക്കാം. ഡിസൈൻ വലിയ കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ സെറ്റ് ചെയ്തെടുത്തതാണ്. വലിയ കണ്ടൻ്റൊന്നും അധികം ഇല്ല. കരിക്കിൻ വെള്ളം നമ്മൾ ഒരു ഫോണ്ടിൽ ടൈപ്പ് ചെയ്തിട്ട് ചുമ്മാ എഡ്ജൊക്കെ ഒന്ന് വളച്ച് കുറച്ച് റാൻഡമൈസ് ചെയ്തൊക്കെ വെച്ചേക്കുകയാണ്. സോ നമുക്കിത് ബ്ലെൻഡറിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഷെയ്ഡിങ്ങിൽ പോവാം. സെലക്ട് ചെയ്തു, ന്യൂ മെറ്റീരിയൽ, കൺട്രോൾ T, ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, കണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ UV എഡിറ്ററിൽ പോയി ഇതാണ് നമ്മുടെ UV. ബാക്കിയുള്ള UV ഒക്കെ നമ്മൾ തൽക്കാലം മാറ്റി വെക്കുക. ഇതിനെ സ്കെയിൽ ചെയ്യാം. Y ആക്സിസ് സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ടോപ്പിൽ ഇത് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് ഓവർലാപ്പ് ആയിട്ടുണ്ട്. ഈ സ്ഥലത്ത് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല. നമ്മൾ കണ്ടില്ലേ, ഈ സെലക്റ്റഡ് പോർഷൻ മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി സ്ഥലം നമുക്ക് ഒരു ഗ്രീൻ കളറ് വെക്കാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ 3 ടോപ്പ് ഒരു കിണ്ണം ഐ എം സോ ഹാപ്പി. കൊള്ളാം, ഇറക്കിയിട്ടില്ല, പെട്ടെന്ന് ചെയ്തതാണെങ്കിൽ ഇത്രയൊക്കെ. ഓക്കെ, സോ നമ്മുടെ ആ ഒരു പ്രോസസ്സും കഴിഞ്ഞിരിക്കുകയാണ്. ഡിസൈൻ ചെയ്തു, ബ്ലെൻഡറിൽ ആഡ് ചെയ്തു. ഓക്കെ, കൊള്ളാം. ഇനിയാണ് ഫൈനൽ പ്രോഡക്റ്റ് അനിമേഷൻ. നമുക്ക് ബോട്ടിൽ കാണിക്കണം, അല്ലെങ്കിൽ കുറച്ച് റിയൽ കോക്കനട്ട് ഇല്ലേ, ടെൻഡർ കോക്കനട്ടിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബോട്ടിൽ ഇരിക്കുന്ന പോലെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ച് ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്യും. പ്രോഡക്റ്റ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഗ്രീനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്യും. പിന്നെ മലയാളമൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കൊള്ളാം, ഓക്കെയാണ്. ഞാൻ തന്നെ കൊള്ളാമെന്ന് പറഞ്ഞു. ഇവിടെ സ്ട്രെച്ച് ആയിരിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ആ കറക്റ്റ് പ്രോസസ്സ് കറക്റ്റ് അല്ല. നമ്മൾ UV അതേപോലെ വർക്ക് ചെയ്യാണ്ട് സ്ട്രെച്ച് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ, നിങ്ങൾ മോസ്റ്റ്ലി റാപ്പ് ചെയ്ത് വരുന്ന പാക്കേജുകളൊക്കെ ഇല്ലേ, അതായത് ചുറ്റും വെച്ച് ഹീറ്റ് ചെയ്ത് ഒട്ടിക്കുക, അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടോപ്പിൽ കുറച്ചിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിങ്ങനെ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടല്ല, നമുക്കിപ്പോൾ ഇത് അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സും കഴിഞ്ഞിരിക്കുകയാണ്. ടോപ്പ് കാണാൻ രസമുണ്ടല്ലേ? ഓക്കെ, ഇനി അനിമേഷൻ ആയിട്ട് പോവാം.
ഓക്കെ.